ഹലോ, എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 29-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസസ് പരീക്ഷയിലെ കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ 2024 ശേഷം വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ഈ ഒരേ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് വരുന്ന LGS പരീക്ഷ എഴുതുന്നവരും അതുപോലെ LD ക്ലർക്ക് എക്സാം എഴുതുന്നവരും എല്ലാം തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എന്താണെങ്കിലും നമുക്കത് 100% ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഖ 8ഉം സംഖ്യകളുടെ ഗുണനഫലം 256 സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പൊ നമുക്കറിയാം, ഒരു സംഖ്യ, രണ്ട് സംഖ്യകൾ ഉണ്ടാവുമല്ലോ. ആ രണ്ട് സംഖ്യകളുടെ ലസാഗു LCMഉം ഉസാഖ HCFും കൂടെ ഗുണിക്കുന്നത് ആ രണ്ട് സംഖ്യകളുടെയും കൂടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും കേട്ടോ. അപ്പൊ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ത്? അവരുടെ ഉസാഖയും ലസാഗുവും കൂടെ ഗുണിക്കുന്നത്. ഫൈൻ. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഉസാഖ എന്ന് പറയുന്നത് എത്രയാണ്? ഉസാഖ 8 ആണ്. ഇനി പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 256. എന്താ ഇവിടെ തരാത്തെ? LCM തന്നിട്ടില്ല. അപ്പൊ LCM കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് വിട്ടാ പോരെ. LCM is equal to 256/8 ചെയ്താൽ മതി. 8 വെട്ടാലോ. 8 1 8. 8 ഗുണം 3 24 പോയിട്ട് ശിഷ്ടം 1. 1 6 16 എന്ന് വായിക്കുക. 8 ഗുണം 2 16. ഉത്തരം എത്ര വന്നു? 32 എന്ന് വന്നു. കണ്ടോ? ആൻസർ നോക്കാം. അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 32. അടുത്ത ചോദ്യം നോക്കിക്കേ. 0.232323 എക്സെട്ര എന്ന സംഖ്യക്ക് തുല്യമായ ഭിന്നകം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ റെക്കറിംഗ് ഡെസിമൽസ് വന്നു കഴിഞ്ഞാൽ, ആവർത്തിച്ച് വരുന്ന ഡെസിമലുകളാണ് വരുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താക്കി മാറ്റാം? അവരെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. എങ്ങനെയാ? എത്ര സംഖ്യ വെച്ചാ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നേ? 2 3 ആണ് ആവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് അതിനെ എടുത്ത് എഴുതുക. 23. ഫൈൻ. ഡിവൈഡഡ് ബൈ, മുകളിൽ 2 സംഖ്യ വന്നാൽ താഴെ 2 9 എഴുതണം. മുകളിൽ എത്ര സംഖ്യകൾ വരുന്നോ താഴെ അത്രയും 9 അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. 23/99 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 23/99. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. കുറെ ദശാംശ സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആ നമ്പേഴ്സ് ഒക്കെ ഒന്ന് എഴുതാം. 0.813 ഉണ്ട്, 0.514 ഉണ്ട്, 0.733 ഉണ്ട്. സാധാരണ നമ്മൾ സംഖ്യകളെ നോക്കുന്ന പോലെ തന്നെ നോക്കിയാൽ മതി. 5 7 8. ഇവിടെ ഏറ്റവും ചെറുത് ഏതാ? 5 അല്ലേ. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 0.514 ആയിരിക്കും. ഫൈൻ. ചെറുതാണെങ്കിൽ വലിയ ആളുടെ നേരെ വാ തുറന്നിരിക്കണേ. വലിയ സംഖ്യയുടെ നേരെയാണ് എപ്പോഴും നമ്മൾ വാ തുറന്ന് വെക്കണ്ടേ. ഇനി അടുത്തത് 8 ആണോ 7 ആണോ ചെറുത്? 7 അല്ലേ ചെറുത്. സോ 0.733 എന്ന് എഴുതി. വീണ്ടും ഏറ്റവും ലാസ്റ്റ് അപ്പൊ ആര് വരും? 0.813 വരും. ഈ നമ്പേഴ്സ്, അതായത് പോയിന്റിന് മുന്നിലെല്ലാം 0യാ. അപ്പൊ പോയിന്റിന് ശേഷം വരുന്ന നമ്പർ നോക്കുക. 5 7 8. ഏറ്റവും ചെറുത് ഏതാണ്? 5. അത് കഴിഞ്ഞ് വലുത് ഏതാണ്? 7. ഏറ്റവും വലുത് ഏതാണ്? 8. നമ്മൾ 3 പേരെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഫൈൻ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മളിപ്പോ ഇങ്ങനെ എഴുതി തിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? 0.813 ആണ് ഏറ്റവും വലുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിന്റെ നേരെ ആരോ ഇട്ട് കൊടുത്തു. അടുത്തത് 0.733 ആണ്. അതിനുശേഷം വരുന്നത് ഏറ്റവും ചെറുത് ഏതാണ്? 0.514 ആണ്. ഇങ്ങനെ ആരോ ഇട്ടതിന് പകരം നമ്പേഴ്സിനെ റിവേഴ്സ് ഓർഡറിലങ്ങ് എഴുതിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 0.813 ഗ്രേറ്റർ ദാൻ 0.733 ഗ്രേറ്റർ ദാൻ 0.514. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാവുന്നത് ഏതെല്ലാം? മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ നമ്മൾ ട്രിപ്ലെറ്റുകൾ എന്ന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഏതൊക്കെയാണ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്? 3 4 5 എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. ഇതിന്റെ ഇരട്ടി 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10. ഇതും എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. ഇനിയും കുറെ അധികം ട്രിപ്ലെറ്റുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 4 5. ഇനി നമുക്കിപ്പോൾ ട്രിപ്ലെറ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നല്ലേ? ഏറ്റവും വലിയ വശം ഇവിടെ ഏതാ? 5. 5ന്റെ വർഗം എത്രയാണ്? 25.
ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശം കിട്ടണം. നോക്കാം. 3ന്റെ വർഗം 9 പ്ലസ് 4ന്റെ വർഗം 16. 16 9 കൂടെ കൂട്ടിയാൽ എത്ര വരും? 25 എന്ന് വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏതാണ്? 3, 4, 5. ഇനി അതിലെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് നോക്കിക്കോ. 2, 3, 4. 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9. ചെറിയ രണ്ട് വശങ്ങൾ ഇതല്ലേ? 9 4 കൂടെ കൂട്ടിയാൽ എത്ര വരിക? 13 എന്നാ വരിക. പക്ഷെ 4ന്റെ വർഗം എത്രയാ? 16 ആണ്. രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഏറ്റവും വലിയ വശത്തിന്റെ വർഗം എടുക്കുക. ചെറിയ രണ്ട് വശങ്ങളുടെ വർഗം കൂട്ടുമ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതൊരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായിരിക്കും. ഫൈൻ. 3, 4, 5 ഓർത്ത് വെച്ചോണേ, ട്രിപ്ലെറ്റുകളാണ്. രണ്ട് വശം 3, 4 ആണെങ്കിൽ വലിയ വശം ഏതേ വരുള്ളൂ? 5 വരത്തുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ പെർ വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോവാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡിൽ എന്ന് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, 400 മീറ്റർ നീളമുള്ള ട്രെയിൻ L1 എന്ന് പറയുന്നത് എത്രയാണ്? 400 മീറ്റർ ആണ്. L1 അതായത് സാധാരണ രീതിയിൽ ട്രെയിനിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളമായിരിക്കും. ഓക്കെ. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് തരില്ല, പകരം എന്ത് തരും? ട്രെയിനിന്റെ നീളം തരും. ഇനി ട്രെയിൻ മറ്റൊരു നീളമുള്ള സാധനത്തിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോം ആവാം, നീളമുള്ള സാധനമല്ലേ. ഇനി ഒരു പാലമാവാം, അല്ലെങ്കിൽ ഒരു തുരങ്കം, അല്ലെങ്കിൽ ഒരു നദി, അങ്ങനെ നീളമുള്ള സാധനങ്ങളെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ നീളവും കൂടെ കൂട്ടണം. ഓക്കെ. അപ്പം L2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്ലാറ്റ്ഫോമിന്റെ നീളം. പ്ലാറ്റ്ഫോമിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. 100 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു. അപ്പൊ L2 എന്ന് പറയുന്നത് എന്താണ്? 100 മീറ്റർ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. കാര്യം മനസ്സിലായോ? സാധാരണ ട്രെയിനിന്റെ നീളം, ഒരു മനുഷ്യനെ കടന്നുപോയി എന്നൊക്കെയാ പറയുന്നെങ്കിൽ നമ്മൾ ട്രെയിനിന്റെ നീളം മാത്രം എടുത്താൽ മതി. ട്രെയിനിന്റെ നീളമായിരിക്കും നമ്മളുടെ ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ട്രെയിൻ വേറൊരു നീളമുള്ള സാധനത്തിനെയാണ് കടന്നു പോകുന്നതെങ്കിലോ, പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു പാലമോ അല്ലെങ്കിൽ ഒരു തുരങ്കമോ, അങ്ങനെ മറ്റൊരു നീളമുള്ള സാധനത്തിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെയും കൂടെ നീളം കൂട്ടണം. അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അപ്പൊ 400 100 എത്രയായി? 500. അപ്പൊ അതെ ദൂരം നമുക്ക് കിട്ടി 500 മീറ്റർ. ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമുക്ക് ഓൾറെഡി അവര് സ്പീഡ് തന്നിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വേഗത എന്ന് പറയുന്നത്. സമയം കാണാൻ എന്ത് ചെയ്യണം? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ സ്പീഡുമായിട്ട് ഹരിക്കുക. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാ? 500 ബൈ സ്പീഡ് ഇവിടെ എത്രയാ? 10. 500 ബൈ 10 എത്ര വന്നു? 50 സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി കേട്ടോ. 50 സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് ചോദ്യമായിരുന്നു, ഒരു കൺവേർഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ PSC ചോദിക്കുമ്പം ഈ വേഗത എന്ത് ചെയ്യും? കിലോമീറ്റർ പെർ അവറിലൊക്കെ തരും, എന്നിട്ട് അതിനെ നമുക്ക് മാറ്റിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിൽ എത്താവുന്ന ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, 50 സെക്കൻഡ്. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7ാമതും താഴെ നിന്ന് 28ാമതുമാണ്. ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കണ്ടേ. ആകെ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം കാണണം. 2 സ്ഥാനങ്ങൾ തന്നിട്ട് ടോട്ടൽ നമ്പർ കാണാൻ പറഞ്ഞാൽ 2 സ്ഥാനവും കൂടെ കൂട്ടുക. ഓക്കെ. ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനവും നമ്മുടെ കയ്യിലുണ്ട്, പിന്നിൽ നിന്നുള്ള സ്ഥാനവും നമ്മുടെ കയ്യിലുണ്ട്. ഈ 2 സ്ഥാനങ്ങളും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അതിൽ നിന്നും 1 കുറയ്ക്കണം. ഈ 1 കുറയ്ക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പൊ 2 സ്ഥാനങ്ങളും കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. നമ്മുടെ റാങ്കിങ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ഥാന നിർണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ അതിൽ നിന്ന് ഇപ്പൊ വരുന്നുണ്ട് കണ്ടിന്യൂ. അപ്പൊ അതിനെക്കുറിച്ചൊരു ബേസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ട് പഠിക്കുക. ഫൈൻ. അപ്പൊ നമുക്ക് ചെയ്യാമല്ലോ. മുന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 7 പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 28. 2 സ്ഥാനം കൂടെ കൂട്ടണം, 1 കുറയ്ക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ 28 7 കൂടെ കൂട്ടിയാൽ 35. 35 1 കുറച്ചോ? 34. ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ? 34 കുട്ടികൾ. ഫൈൻ. അപ്പൊ ആൻസർ നോക്കിക്കേ, ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ.
ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടും. കാരണം ഓപ്ഷനകത്ത് 34 കാണും, 35 കാണും, 33 കാണും. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേഷൻ എറർ വരുത്തിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മൾ പോയി കുത്തുകയും ചെയ്യും, ആൻസർ തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, രഘു, റാവു, റാം എന്നിവയുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്ര? നോക്കിക്കേ, ഇപ്പോഴത്തെ വയസ്സ് എത്രയാ? 80. 3 വർഷം മുൻപ്, 3 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ 3 പേർക്കും എത്ര വയസ്സ് വീതം കുറയും? 3 വയസ്സ് വീതം കുറയും. ശരിയല്ലേ? റാമിന് 3 വയസ്സ് കുറയും, റാവുവിന് 3 വയസ്സ് കുറയും, രഘുവിന് 3 വയസ്സ് കുറയും. 3 പേർക്ക് 3 വയസ്സ് വീതം കുറഞ്ഞാൽ ആകെ എത്ര വയസ്സ്? 9 വയസ്സ് കുറയും. 80-ൽ നിന്നും 9 കുറച്ചാൽ ഉത്തരം കിട്ടി 71. അപ്പൊ 3 വർഷം മുൻപ് അവരുടെ പ്രായത്തിന്റെ തുക എത്രയായിരുന്നു? 71 ആയിരുന്നു. ഫൈൻ. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 3 പേര്, എത്ര ആൾക്കാരുണ്ടോ അത്രയും പേർക്ക് കുറയുമെന്ന് ആലോചിക്കുക. ഇവിടെ ഇപ്പൊ 3 പേരായിരുന്നു, 3 പേർക്ക് എത്ര വയസ്സ് കുറഞ്ഞു? 3 വയസ്സ് കുറഞ്ഞു. അപ്പൊ ആകെ മൊത്തം 9 വയസ്സാണ് ഇവിടെ കുറയ്ക്കുക. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഏതാന്ന് നോക്കിക്കേ. 5, 15, 25, 35. ഒറ്റയാനെ കണ്ടെത്തുക. 5, 15, 25, 35. 2 രീതിയിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചിന്തിക്കുക? ഇത് 2 അക്കം, ഇതും 2 അക്കം, ഇതും 2 അക്കം, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ സിംഗിൾ ഡിജിറ്റ് ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 5 ആണ് എന്ന് പറയാം. രണ്ടാമത്തെ രീതി ഏതാണ്? ഇത് 5 ഗുണം 1, ഇതോ 5 ഗുണം 3, ഇതോ 5 ഗുണം 7. പക്ഷെ ഇതോ 5ന്റെ വർഗം. ഒരേ ഒരു വർഗം മാത്രമേ അവിടെ ഉള്ളൂ. ഏത്? 25. ബാക്കിയുള്ളതെല്ലാം എന്താണ്? 5ന്റെ മറ്റുള്ള ഗുണിതങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് പറയാം. 2 ആൻസേഴ്സും പോസിബിൾ ആണ്. പക്ഷെ നമ്മുടെ PSC അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 25 ആണ് കേട്ടോ. അപ്പൊ ആദ്യം നോക്കുക, ഇതുപോലെ സ്ക്വയറിന്റെയോ ക്യൂബിന്റെയോ പ്രൈം നമ്പേഴ്സിന്റെയോ ഒക്കെ ഒരു സാധ്യത അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം. ഇനി അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യാം. ഇതിപ്പോ കാണുമ്പോഴേ സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് അത് ഒറ്റയാനാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് PSCക്കും അറിയാം. അപ്പൊ കുറേ കുട്ടികൾക്ക് നെഗറ്റീവ് വരുമെന്നും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ആൻസർ വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 25. അടുത്ത ചോദ്യം നോക്കിക്കേ. 1/3 - 1/6 + 1/9. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലസാഗു അങ്ങ് കണ്ടുപിടിച്ചോ കേട്ടോ. അപ്പൊ 3ന്റെയും 6ന്റെയും 9ന്റെയും കൂടെ ലസാഗു എത്ര വരും? 3 വെച്ച് ഹരിച്ചാൽ 1, 6നെ 3 ഹരിച്ചാൽ 2, 9നെ 3 ഹരിച്ചാൽ 3. ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം 3നും 2നും കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എല്ല് പോലെ അങ്ങ് ഗുണിക്കാം. 3 ഗുണം 3 9, 9 2 18. അപ്പൊ നമ്മുടെ LCM എത്ര വന്നു? 18 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം? എല്ലാവരെയും 18 ആക്കണം. 3 ഗുണം 6 അല്ലേ 18. മുകളിലും ഞാൻ 6ഉമായിട്ട് ഗുണിച്ചു. താഴെ എന്തുമായിട്ടാണോ ഗുണിക്കുന്നത് മുകളിലും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇനി 6 ഗുണം 3 അല്ലേ 18. മുകളിലും ഞാൻ എന്ത് ചെയ്യണം? 3ഉമായിട്ട് ഗുണിക്കണം. ഇനി 9 ഗുണം 2 ആണ് 18. മുകളിലും ഞാൻ എന്ത് ചെയ്തു? 2ഉമായിട്ട് ഗുണിച്ചു. ഇനി എനിക്ക് കോമൺ ആയിട്ട് താഴെ എന്ത് ചെയ്താം? 6 3 18, 6 3 18, 9 2 18. അപ്പൊ താഴെ എന്ത് വന്നു? 18 എന്ന് വന്നു. ഇനി മുകളിലോ 6 ഗുണം 1 6 മൈനസ് 3 ഗുണം 1 3 പ്ലസ് 2 ഗുണം 1 2. സോൾവ് ചെയ്തൂടെ? 6ഉം 2ഉം എത്രയാ? ഇത് +6 ആണ്, ഇത് +2 ആണ്. 6ഉം 2ഉം കൂടെ കൂട്ടിയാൽ 8. 8ന്ന് 3 കുറയ്ക്കുക. 8ന്ന് 3 കുറച്ചാൽ 5. നമ്മുടെ ഉത്തരം എത്ര വന്നു? 5/18 എന്ന് വന്നു. വലിയ സംഖ്യ പോസിറ്റീവ് ആയിരുന്നേ, അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരം പോസിറ്റീവ് വന്നേ. 6ഉം 2ഉം 8, 8 - 3 എന്നല്ലേ വന്നേ. അപ്പൊ ഇവിടെ 8 എന്ന് പറയുന്ന ആള് പോസിറ്റീവ് ആണ്. നമ്മുടെ ഉത്തരവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫൈൻ. 8ന്ന് 3 കുറച്ചാൽ 5. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 5/18. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്നിന്റെ വില നോക്കിക്കേ. ഒന്നാമത്തെ തന്നിട്ടുണ്ട് n = 1 2 3 4 etc. അടുത്ത രണ്ടാമത്തെ തന്നേക്കുന്ന എന്താണ്? s = 2 4 6 8.
ഇനി മൂന്നാമത്തത് എഫ് എന്ന് പറയുന്നത് എന്താണ്? 1, 3, 5, 7 എക്സെട്ര. ഇനി ചോദ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചു. വലിയ കാര്യമായ സംഭവമൊന്നും ഇതിനകത്തില്ല. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ശ്രേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. 1, 2, 3, 4 എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണേ. മൂന്നാമത്തെ ആളും അതുപോലെ തന്നെ 1, 3, 5, 7 എന്നും പറഞ്ഞ് അങ്ങ് പോവുക ചെയ്യുന്നേ. ഈ രണ്ടാമത്തെ ശ്രേണി മാത്രം നോക്കിക്കേ, അതിലാകെ 4 എണ്ണയല്ലേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യുന്ന സീരീസ് ആണോ? അല്ല. ഇനി നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ, 1ലും 2ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി. അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ, എങ്കിലേ നമുക്ക് അനന്തമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ രണ്ടാമത്തെ ശ്രേണി ആകെ 8 കൊണ്ടങ്ങ് അവസാനിച്ചില്ലേ. അപ്പൊ നമ്മൾ 2 എന്നുള്ള ഓപ്ഷൻ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഓപ്ഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കാരണം ഇത് കണ്ടിന്യൂ സീരീസ് അല്ല. ഇതിലാകെ 2, 4, 6, 8 4 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ നമുക്കത് അനന്തമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 2ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. ആണോ? അല്ല. 2 എന്നുള്ള ഓപ്ഷൻ വന്നാൽ അതങ്ങ് ഒഴിവാക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. ഇപ്പൊ ഒന്നിനകത്ത് നോക്കിക്കേ, 1, 2, 3, 4 എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. അപ്പൊ അതിനകത്ത് എന്താണ്? പ്രൈം നമ്പേഴ്സ് വരാം, സാധാരണ ഈവൻ നമ്പേഴ്സ് വരാം. പക്ഷെ പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എന്താണ്? അനന്തമാണ് അല്ലെ. അതങ്ങ് പൊക്കോണ്ടേയിരിക്കും, എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് 1 എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയാണ്. അടുത്തത് പിന്നെ പറഞ്ഞേക്കുന്ന ഏതാണ്? 1ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. 3നകത്ത് ഇതുപോലെ തന്നെയല്ലേ വരുന്നേ, 1, 3, 5, 7 എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. അപ്പൊ അതിനകത്തും എത്ര വേണേലും വരാം അഭാജ്യ സംഖ്യകൾ. അതും എന്താണ്? ഇൻഫിനിറ്റ് ആണ്. 1ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞേക്കുന്നത് എന്താ? 1ലും 2ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. 2 എന്നുള്ള ഓപ്ഷൻ അവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കായിരുന്നു. 2നെ അങ്ങ് ഒഴിവാക്കുക. ബാക്കി 3 ഓപ്ഷനകത്ത് 2 വരുന്നുണ്ട്. അപ്പൊ പിന്നെ അത് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സോ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ചോദ്യം കേട്ടോ. സിമ്പിളായ ചോദ്യങ്ങളായിരുന്നേ. നമുക്കൊരു LGS ലെവലിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. എല്ലാം ചെയ്തു പഠിക്കുക. മാത്സ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിക്കൊണ്ടിരിക്കും. മഴയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ക്ഷമിക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.